വിപിൻ കോട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 7 നക്ഷത്രങ്ങളിൽ ഒന്നാണോ നിങ്ങളുടെ നക്ഷത്രം എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ഒരുപക്ഷേ ഈ 7 നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ നക്ഷത്രവും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെയധികം അത്ഭുതകരമായ ബാഹ്യ അനുഭവങ്ങളാണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത് നമ്മൾ പറയുന്നത് മകം നക്ഷത്രക്കാരെ കുറിച്ചാണ്. മകം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും അനുകൂലമായ സമയമാണിപ്പോൾ. ജോലിയിൽ പുരോഗതിയും സാമ്പത്തികമായ ഉയർച്ചയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം വഞ്ചനകളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യവുമുണ്ട്. സഹായിക്കാനും അതുപോലെ കൂടുതലായി അങ്ങോട്ട് സഹായങ്ങൾ ചെയ്യുന്നതും ഇങ്ങോട്ട് ആളുകൾ സഹായിക്കാൻ വരുന്ന കാര്യത്തിലും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഭവനത്തിലെ ചെലവ് അമിതമായ നിയന്ത്രണത്തിലില്ലാതെ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സാമ്പത്തികമായ പുരോഗതിയും അതുപോലെ ജോലിയിൽ സ്ഥാനക്കയറ്റവും കിട്ടാനുള്ള നല്ലൊരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ മകൻ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പഠിക്കുന്ന ആളുകളാണ് പഠിക്കാനുള്ള വിജയവും പഠന വിജയവും പരീക്ഷാ വിജയവുമാണ് വരാനായിട്ട് പോകുന്നത്. വാഹനം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുകയും ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യുകയും വേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ഗ്രഹങ്ങളുടെ നോട്ടം കൊണ്ട് ചില സമയം നല്ല സമയത്തിനിടയിലും ചിലപ്പോൾ ആപത്തുകളുടെ രൂപത്തിൽ പല കാര്യങ്ങളും പതുങ്ങിയിരിപ്പുണ്ടാവാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ, മകനക്ഷത്രമുള്ള നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നടപ്പിലാക്കാൻ പുതിയ ഐഡിയകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷേ മനസ്സിൽ ഇത്രയും കാലം വേണ്ട എന്നോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തു നോക്കണമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യാതെ മാറ്റി വച്ചിരിക്കുന്ന കാര്യമോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയതും പരീക്ഷണത്തിൽ ഫലം കണ്ട് വിജയിക്കുന്നതുമായ ഒരു സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. ലാഭമാണേലും നഷ്ടമാണേലും അത് സ്വയം ഏറ്റെടുക്കുന്ന ഒരു മനസ്സിന് കരുത്തുണ്ടാക്കിയ ശേഷമേ ഏതൊരു പ്രവൃത്തിയും സ്വയം ചെയ്തു നോക്കാവൂ. അല്ലാതെ ഒരു കാര്യവും ചെയ്തു നോക്കാനായി ഈ ചാനൽ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സ്വന്തം ആത്മവിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതുമാണ്. ഇനി അടുത്ത കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് സ്ഥാനങ്ങളോ മാനങ്ങളോ ഇല്ലായിരിക്കാം. ഒരുപക്ഷേ ജീവിത പങ്കാളിയിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് യാതൊരുവിധ സ്ഥാനങ്ങളും കൽപ്പിക്കുന്നില്ലായിരിക്കാം. നിങ്ങളുടെ മക്കൾ മുഖാന്തരം അവർ സ്ഥാനങ്ങൾ കൽപ്പിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളിൽ നിന്നോ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ ചിലപ്പോൾ നിങ്ങൾ അവഗണനയോ കുറ്റപ്പെടുത്തലോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ വാക്കുകളായിരിക്കും ആളുകൾ കേൾക്കുന്നത്. നിങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കാൻ ആളുകളുണ്ടാകും. അതുപോലെ നിങ്ങളുടെ വാക്കുകൾ കുടുംബത്തെ അംഗീകരിക്കാനും ആളുകളുണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളുടെ വിധി മാറി മറിയാനായിട്ട് പോവുകയാണ്. മകനക്ഷത്രക്കാർക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അവസരങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയില്ല. കാരണം അവസരങ്ങൾ തേടി ഇറങ്ങേണ്ട അവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അവസരങ്ങൾ സൃഷ്ടിക്കേണ്ട അവസ്ഥ കൂടി ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് അവസരം വരും, ഭാഗ്യം പടിവാതിൽക്കൽ വരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത നക്ഷത്രം നമുക്ക് പരിചയപ്പെടാം. പുണർന്ന നക്ഷത്രക്കാരാണ് അടുത്തായിട്ട് നമ്മൾ പറയാനുള്ളത്. പുണർന്ന നക്ഷത്രക്കാർക്ക് എന്തിനും ഒരു പുതിയ തുടക്കമായി കരുതാൻ പറ്റുന്ന ഒരു കാലമാണിത്. ഏതൊരു കാര്യവും പരീക്ഷണാർത്ഥം ചെയ്തു നോക്കാവുന്ന ഒരു കാലമാണ്. പുതിയ പുതിയ മാറ്റങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ല കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ കഷ്ടതയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും കൂട്ടത്തെ ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം വരുമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വേണം എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുവാൻ. അല്ലെങ്കിൽ ദുഃഖം വരുന്ന സമയത്ത് കൂടുതൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇത് മുമ്പേ എനിക്ക് അറിയാമായിരുന്നു എന്ന ചിന്തയോടുകൂടി വെച്ചിട്ട് വേണം എല്ലാ കാര്യത്തേക്കും നിങ്ങൾ ഇറങ്ങിത്തിരിക്കാനായിട്ട്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത പുണർ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ ശക്തിയായിട്ട് പഠനത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോക്കസ് കറക്റ്റായിട്ട് നിൽക്കും. ഒരു പ്രവൃത്തി ചെയ്യുന്നതിടയ്ക്ക് 100 പ്രവൃത്തികളുടെ ശല്യങ്ങൾ വന്ന് പല കാര്യത്തിലും ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കൊണ്ടോ പഠനത്തിലോ പ്രവൃത്തികളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ, ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ മറ്റുള്ളവരുടെ വഴക്കുകൾ കേൾക്കേണ്ട അവസ്ഥയാണ് പുണർ നക്ഷത്രക്കാർക്ക് ഉള്ളത്. പക്ഷേ ഇത്തവണ അതെല്ലാം മാറുകയും നിങ്ങളുടെ കൃത്യമായ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഉറച്ചു നിൽക്കുകയും നിങ്ങളെ ആളുകളെ പൊഴുത്തി പറയുകയും ചെയ്യുന്ന സമയമാണ് വരാനായിട്ട് പോകുന്നത്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു തുടക്കമാണ് ലഭിക്കാൻ പോകുന്നത്. അറിയിക്കുന്ന ജോലി നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒന്നുകിൽ സുഹൃത്തുക്കൾ മുഖേന, മാതാപിതാക്കൾ, ബന്ധുക്കൾ മുഖേന നിങ്ങൾക്ക് അറിയിക്കുന്ന ജോലികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കേണ്ടി വരും. നിങ്ങൾ വിവാഹിതരാണേലും അല്ലെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോലും വീണ്ടും ജോലിയുടെ അവസരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ യാന്ത്രികമായി തന്നെ ആ ജോലിയിലേക്ക് പോകുന്നതാണ്. സാമ്പത്തികമായിട്ട് വലിയ കാര്യങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആലോചിക്കേണ്ടതാണ്. ഈ കാണുന്ന കാര്യം ശരിയാണോ? ഇതിലൂടെ എനിക്കെന്തെങ്കിലും നഷ്ടം പറ്റുമോ? മറ്റ് വലിയ വലിയ ബിസിനസ് പ്ലാനിന് വേണ്ടി പണം എവിടുന്നേലും മേടിക്കുന്നതാണെങ്കിൽ ആ ഒരു കാര്യം വളരെ ജാഗ്രതയോടുകൂടി തന്നെ
ചെയ്യാവൂ. രേഖകളും പ്രമാണങ്ങളുമെല്ലാം ശരിയായി വായിച്ചു നോക്കിയ ശേഷമേ കാര്യം തീരുമാനമെടുക്കാവൂ. ഉടൻ നക്ഷത്രക്കാർക്ക് പരീക്ഷണത്തിൻ്റെ കാലഘട്ടവും കൂടെ വരാറുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസം കൈവിടാതെ നിൽക്കുക. അടുത്ത നക്ഷത്രമേതെന്ന് നമുക്ക് നോക്കാം. മൂന്നാമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂരം പൊടിപൂരമെന്നാണ് പറയപ്പെടുന്നത്. പൂരത്തിൻ്റെ തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിൽ വാദ്യഘോഷാദികൾ മുഴങ്ങുകയും പൂരത്തിൻ്റെ അവസാനം താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പൂരം ഉച്ചസ്ഥായിയിൽ നിൽക്കുകയും അതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നതാണ് പൂരം നക്ഷത്രത്തിൻ്റെ രീതി. പൂരം എങ്ങനെയാണ് നടന്ന് അവസാനിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ നാൾവഴികളിലും പതിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിൽ സമ്പത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്ന രീതിയിലെത്തുന്ന ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം. സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളിലൂടെ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരാനായിട്ട് പോവുകയാണ്. പുതിയ പുതിയ സുഹൃത്തുക്കൾ മുഖേന നിങ്ങൾക്ക് വളരെ ഉയർച്ച ലഭിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളില്ലാത്തവർ ഒറ്റയ്ക്ക് പൊരുതുന്നവരാണെങ്കിലും നിങ്ങളുടെ വഴിവിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും പദവികളും ലഭിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജോലിയിലും ബിസിനസ്സിലും പുതിയ ആളുകളെ നിങ്ങൾ കണ്ടെത്തും. സമാന മനസ്കരായ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി അവരോട് സംസാരിക്കാവുന്നതാണ്. സമാന മനസ്കരാണെങ്കിൽ അവരുടെ ഐഡിയകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഒരിക്കലും അവരെ ബിസിനസ്സിൽ ബിസിനസ്സുകാരാക്കാതിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഐഡിയകൾ എടുക്കാം, അവരോട് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഒന്ന് പഠിക്കാം. നിങ്ങൾ ബിസിനസ് പഠിക്കുക എന്ന് അവർ പോലും അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിക്കാം, സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാം. ഏത് രീതിയിൽ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്താണ് നിങ്ങളിപ്പോൾ ജീവിച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ ആളുകളുമായിട്ട് പരിചയപ്പെടുന്ന സാധാരണ മറ്റുള്ളവർക്ക് റിസ്ക് ആണെങ്കിലും നിങ്ങൾക്കത്ര വലിയ പ്രശ്നമില്ല എന്ന് കരുതി എല്ലാ കാര്യങ്ങളും വിട്ടു തുറന്ന് പറയുകയോ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ചെലവുകളോ മറ്റുള്ളവർ എടുക്കേണ്ട ആവശ്യമില്ലെന്നുള്ള കാര്യം കൂടി ഓർമ്മയിലേക്ക് വെക്കുക. എന്തുകൊണ്ടും പുതിയ സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കുക. അടുത്ത നക്ഷത്രം നമുക്ക് പരിചയപ്പെടാം. നാലാമതായി നമ്മൾ പറയാൻ പോകുന്നത് ഉത്തര നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് വളരെ നല്ല കാലമാണിപ്പോൾ. നിങ്ങൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇപ്പോൾ ലഭിച്ചു തുടങ്ങും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മുമ്പ് നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലത്തിലുള്ള കാര്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുത്തൊഴുക്കായിട്ട് ഇപ്പോൾ തന്നെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയാണ്. ജോലികൾ ആത്മാർത്ഥമായി ചെയ്ത് നിറവേറ്റി കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ജോലിയിൽ വന്നിരിക്കുന്ന പുതിയ പുതിയ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്നതാണ്. നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്ക് സന്തോഷം നൽകാൻ പറ്റും. നിങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല മതിപ്പുണ്ടാകും. നിങ്ങളെ അവരെ പ്രശംസിച്ച് സംസാരിക്കും. നാളുകളായിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നിട്ടുണ്ടാവാം. ആ കാര്യങ്ങളെല്ലാം ഇതോടുകൂടി പൂർത്തീകരിച്ച് കിട്ടുന്നതാണ്. ഈ ഒരു ഓഗസ്റ്റും അതിനുശേഷമുള്ള മാസത്തിൽ ഈ വർഷം അവസാനിക്കുന്ന ഉള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. സാമ്പത്തികം നേടുന്നതിന് വേണ്ടി ദീർഘകാല ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത് വെക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും പുതിയ ബിസിനസ് പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നതും നല്ലതാണ്. സാമ്പത്തികമായി ഉയർച്ച നിങ്ങൾക്ക് ഈ വർഷത്തിന് അവസാനത്തേക്കുള്ളിൽ തന്നെ ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ തീരുമാനമെടുക്കണം നിങ്ങളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന പഴയ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിജയം ഉണ്ടാകുമെന്ന് മനസ്സിലാവുക. കാരണം പെൻഡിങ് ആയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്യാൻ ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്. ഉത്തര നക്ഷത്രക്കാർ ചിന്തിക്കുക, പതുക്കുകയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുക. അടുത്ത നക്ഷത്രമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അഞ്ചാമത്തെ നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അനിഴ നക്ഷത്രക്കാരുടെ മൃഗം മാനാണ്. മാൻ ഏതൊരു പ്രശ്നത്തിൽ നിന്നും ഓടി ഒളിക്കാനുള്ള കഴിവ് മാനിനുണ്ട്. ആരെയും ആകർഷിക്കുന്ന കഴിവും മാനിനുണ്ട്. നിങ്ങളുടെ ജോലിയിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലിയെ പുതിയ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നടത്തി നോക്കാം. കൂടുതൽ ആളുകളും ഡ്രൈവിംഗ് മേഖലകൾ അല്ലെങ്കിൽ ഗതാഗതപരമായ മറ്റ് മേഖലകൾ, മറ്റ് സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന മേഖലകൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും അനിഴ നക്ഷത്രക്കാർക്ക് യാത്രയുമായി ബന്ധപ്പെട്ട ജോലികളാണ്. പക്ഷേ ജോലികൾ മാറ്റി പരീക്ഷിക്കാം. ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ മാറ്റി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. എന്തുകൊണ്ടും നല്ല കാലമാണിപ്പോൾ. മറ്റുള്ളവരുടെ പരിചയത്തിലോ സുഹൃത്ത് ബന്ധത്തിലോ ഏതെങ്കിലും കാര്യത്തിലുള്ള നിങ്ങളുടെ കണക്ഷനിൽ തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മാത്രം മനസ്സിലാക്കുക. പല തെറ്റിദ്ധാരണകളിലും സത്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പലപ്പോഴും നിങ്ങൾക്ക് കാര്യവിജയം നേടുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന അല്ലായിരിക്കും ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലോ അതുപോലെ കൂട്ടുകാരുടെ ഇടയിൽ നിന്നോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ സഹപ്രവർത്തനോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ കണക്ഷനുകളിൽ വിള്ളലുകൾ സംഭവിക്കുകയാണെങ്കിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയാണ് മനസ്സിലാക്കുക. ഇത് വെറും പരീക്ഷണമാണ്. ഈ കാര്യങ്ങൾ കടന്നു പോകുന്നു മനസ്സിലാക്കുക. ആത്മവിശ്വാസവും ക്ഷമയും രഹസ്യ സ്വഭാവവും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന സ്വഭാവം ആദ്യം നിർത്തുക. നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ചെറിയ തോതിലുള്ള മദ്യപാനം കാര്യങ്ങളെല്ലാം നിർത്തിക്കളയുക. അങ്ങനെ ഏതെങ്കിലും മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പുറകോട്ട് തന്നെ പോകുമെന്ന് മനസ്സിലാക്കുക. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചെറിയ തോതിലുള്ള ഇത്തരം വസ്തുക്കൾ രുചിച്ച് നോക്കുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൻ്റെ പുറത്തേക്ക് വരിക. അതോടെ ബിസിനസ്സിലും കാര്യങ്ങളിലും എല്ലാം നിങ്ങൾക്ക് വൻ വിജയമുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അലസതയും മടിയും നിങ്ങളെ വിട്ടുപോകുമെന്ന് മനസ്സിലാക്കുക. അടുത്ത നക്ഷത്രം നമുക്ക് നോക്കാം.
അടുത്തായിട്ട് നമ്മൾ പറയുന്നത് പുരാട നക്ഷത്രക്കാരെക്കുറിച്ചാണ്. പുരാട നക്ഷത്രക്കാർക്ക് നല്ല സമയമാണിപ്പോൾ. ജോലിയുടെ തിരക്ക്, ജോലി കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. കൃത്യമായ കൂലി എല്ലാ കാര്യത്തിലും പറഞ്ഞ് മേടിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. മനസ്സിൽ 100 കൂട്ടം കാര്യങ്ങൾ ഒന്നിച്ച് വരുമെങ്കിലും പല കാര്യത്തിലും ദിശ മാറിപ്പോകാതെ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ വിജയിപ്പിക്കുക. പുതിയ കഴിവുകൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. പുതിയ കഴിവുകൾ നിങ്ങൾ പഠിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതോടെ നിങ്ങളത് പ്രവർത്തിച്ച് നോക്കാൻ കൂടി സമയം കണ്ടെത്തുക. പുതിയ കഴിവുകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പഠനം മാത്രമേ നടക്കൂ, അത് പ്രവർത്തിക്കാനുള്ള സമയം നടക്കുകയില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പുതിയ കഴിവുകൾ നിങ്ങൾ പഠിച്ചെടുക്കുന്ന ഭാവി നിങ്ങൾക്ക് ഗുണകരണം ചെയ്യും. സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ നിർത്തുക. സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ആവേശപരമായി നിങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷം ഒരുപക്ഷേ ആ കിട്ടേണ്ട പൈസയും കാര്യങ്ങളും ചിലപ്പോൾ കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മനക്കോട്ട കെട്ടി പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ഇപ്പോഴേ തന്നെ വാചാലനാകാതിരിക്കുക. സമയം വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുക. കൂടുതലും യാത്രകൾ വരും. ജീവിതത്തിൽ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും നിങ്ങളെ തേടി വരുന്നുണ്ട്. ഒരാളുടെ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്ത നക്ഷത്രമായത് നമുക്ക് നോക്കാം. അടുത്താണ് ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നല്ല കാലമാണിപ്പോൾ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത്. ഇതുവരെ ഒരു രൂപമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വളരെ ഉയർച്ചയിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. നാളുകളായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പല കാര്യത്തിലും തീരുമാനങ്ങൾ മുടങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്കിനി തീരുമാനങ്ങളോട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥയിൽ നിങ്ങൾ എത്താൻ പോവുകയാണ്. സാമ്പത്തികമായ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ ഗുണകരമാകാനുള്ള പോവുകയാണ്. സാമ്പത്തികമായ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാലും ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. കുടുംബത്തോടൊപ്പം കൂടുതൽ ചിലവഴിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനായിട്ട് പോകുന്ന ദിവസങ്ങളിൽ. കുടുംബത്തോടൊപ്പം കൂടുതൽ ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും കിട്ടുന്നൊരു സമയം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ നക്ഷത്രങ്ങൾ മകം, പുണർതം, പൂരം, ഉത്രം, അനിഴം, പൂരാടം, ഉത്രട്ടാതി. ഈ നക്ഷത്രങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.